ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ പുരാണ പശ്ചാത്തലമൊന്ന് കേട്ടു നോക്കിയാലോ. ദ്വാപര യുഗത്തിൽ പർവ്വതങ്ങളുടെ രാജാവായ ഹിമവന്തൻ്റെ മകൾ ഗിരിജയുടെ വിവാഹാഘോഷം ഗംഭീരമായി നടക്കാനിരിക്കുകയായിരുന്നു. ബ്രഹ്മാവ്, രുദ്രൻ, വ്യാസൻ, പരാശരൻ എന്നിവർ ഉൾപ്പെടെ എല്ലാ മഹാന്മാരും 33 കോടി ദേവതകൾ എന്നിവരെ ഉത്തരേന്ത്യയിൽ കാശിയിൽ നടക്കാനിരിക്കുന്ന വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി. കാശിയിലെ എല്ലാ സ്വർഗീയ ശക്തികളുടെയും അഭൂതപൂർവമായ സംഘം ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ഭൂമിയെ പാതാളത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് ബ്രഹ്മാവും മറ്റ് ദേവതകളും ഭയപ്പെട്ടിരുന്നു. ഈ ദുരന്തം തടയാൻ ബ്രഹ്മാവും മറ്റ് ദേവതകളും അഗസ്ത്യമുനിയോട് ദക്ഷിണേന്ത്യയിൽ പോയി പ്രതിഭാരമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യം അനുസരിച്ച് അഗസ്ത്യമുനി തൻ്റെ കമണ്ഡലത്തിൽ ഗംഗ, യമുന തുടങ്ങിയ നദികളിൽ നിന്ന് പുണ്യജലം സ്വീകരിച്ച് പുറപ്പെടുന്നതിന് മുമ്പ് ദേവതകൾ അദ്ദേഹത്തോട് മറ്റൊരപേക്ഷ കൂടി നടത്തി. മഹാമേരു പർവ്വതത്തിലെ രാജാവും അഗസ്ത്യമുനിയുടെ ശിഷ്യനും പർവ്വത രാജാവുമായ വിന്ധ്യനും തമ്മിൽ മേധാവിത്വത്തിനായുള്ള നിരന്തര പോരാട്ടം നടന്നുകൊണ്ടിരുന്നു. തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിന് മേരു രാജാവ് ആകാശത്തേക്കും അതിനപ്പുറത്തേക്കുമായി വളർന്നു. അതുവഴി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയമോ അസ്തമയമോ ഇല്ലാത്തതിനാൽ കനത്ത ഇരുട്ടിലാണ് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. ഇവരുടെ അനാരോഗ്യകരമായ പോരാട്ടം അവസാനിപ്പിക്കാൻ ദേവതകൾ മുനിയോട് അപേക്ഷിച്ചു. മുനി ഇടപെടാൻ സമ്മതിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് പോയി. വഴിയിൽ അഗസ്ത്യമുനി വിന്ധ്യാപർവ്വതങ്ങൾ സന്ദർശിച്ചു. തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ വിന്ധ്യ തലകുനിച്ച് ആദരവർപ്പിച്ചു. ഈ അവസരം മുതലെടുത്ത് മുനി വിന്ധ്യരാജനോട് പറഞ്ഞു, താൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ ഈ നിൽപ്പ് തുടരാൻ. അങ്ങനെ വിന്ധ്യാപർവ്വതത്തിൻ്റെ കൂടുതലുള്ള വളർച്ച നിർത്തി. അഗസ്ത്യമുനി യാത്ര തുടർന്ന് സഹ്യാദ്രി പർവ്വതനിരയിൽ എത്തി കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. ഭൂമിയെ രക്ഷിക്കുക എന്ന ദിവ്യവും ശ്രമകരവുമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായം തേടി. തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു മുനിക്ക് വരവും മുനി ഭഗവാനോട് തൻ്റെ ഭാര്യമാരായ രുക്മിണി, സത്യഭാമ എന്നിവരോടൊപ്പം സഹ്യാദ്രി പർവ്വതനിരയിലെ കനകാചല പർവ്വതത്തിൽ വന്ന് താമസിക്കാൻ അഭ്യർത്ഥിച്ചു. തന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് താമസിക്കാൻ ശരിയായ അഭയകേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കണമെന്നും 7 മുനിമാർ വർഷം മുഴുവൻ അവിടെ ആരാധന നടത്തണമെന്നുള്ള വ്യവസ്ഥയോടെ ഭഗവാൻ കൃഷ്ണൻ ഈ ആഗ്രഹം അനുവദിച്ചത്. മുനി ഭഗവാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ആരാധനാലയം പവിത്രമാക്കി. കൃഷ്ണൻ്റെയും രുക്മിണി, സത്യഭാമ എന്നിവരുടെയും പശുക്കൾ, ഗോപികമാർ, സുഹൃത്ത് മകരന്ദ എന്നിവരുടെയും ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു. കൃഷ്ണൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ 3 വ്യത്യസ്ത ഭാവത്തിൽ വിശ്രമിക്കുന്നതായി കാണാം. മഞ്ഞുമൂടിയ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ 7 മുനിമാരും ദിവസവും കൃഷ്ണനെ ആരാധിക്കാറുണ്ടെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നു.